ഇങ്ങോട്ട് നോക്ക്. നമുക്ക് ഇക്കൊക്കെ എന്താ ചെയ്യുന്നത് നോക്കാം. ഇക്കൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങോട്ട് നോക്ക്. ബാ, ഇതോടെ പരിപാടി. പയ്യ പയ്യ എഴുതുന്നു. അവിടെ എന്തോ പരിപാടി? ഇക്കൊക്കെ എന്താ ഇന്ന്? എന്തോത്തിന് പെയിന്റ്? എന്തോത്തിലാ അടിക്കുന്നേ? സൈക്കിളിലാ? സൈക്കിളില് ഇക്കൊക്കെ സൈക്കിൾ ഇറക്കി കൊടുക്കത്തില്ലല്ലേ? ആ, മോക്ക് തരാം കേട്ടാ. അറൂസ എവിടെ പോണ? ആണോ? ഇക്കൊക്കെ സൈക്കിള് കിട്ടുമെന്നും പറഞ്ഞ് ഇക്കൊക്കെ പെയിന്റ് അടിക്കുവാണ്. 500 കമന്റും ഇത്രടാ പറ. 500 കമന്റും 1000 ലൈക്കും. പിന്നെ ആ വീഡിയോ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം ഫ്രണ്ട്സ്. വീഡിയോ കാണാം. അതിൽ 500 ലൈക്കും 1000 കമന്റും കിട്ടിയാലേ അമ്മാന് സൈക്കിൾ കിട്ടും. അന്നേരം അമ്മാൻ എന്താ പറയാനുള്ള? സബ്സ്ക്രൈബ് ലൈക്ക് മാത്രല്ല, അതിനകത്ത് ഇപ്പൊ 4300 വ്യൂസ് ആയിട്ടുണ്ട്. 40 കമന്റ് വന്നത്, പകുതി കമന്റ് റിപ്ലൈസ് തന്നേ ഉള്ളു. നീ ഇതൊക്കെ എന്തിനാ വാങ്ങിച്ചത് റെഡിയാക്കുന്നേ? അതിന് സൈക്കിള് കിട്ടത്തില്ലല്ലേ, പിന്നെന്താ? ഞാൻ ഇത്ര പാടുപെട്ട് പെയിന്റ് ഒക്കെ വാങ്ങിച്ച് പൈസ ഇടുന്ന പെയിന്റ് വാങ്ങാൻ. അല്ല, ഇത് ഹാൻഡിലല്ലേ? സൈക്കിളിനകത്ത് ഹാൻഡിൽ ഇരിക്കുന്നത്, പിന്നെ നീ എന്തിനാ ഇതിനകത്തിട്ട് പെയിന്റ് അടിക്കുന്നത്? അതിൽ അതിരിക്കുന്ന ഹാൻഡിൽ എന്തായും? മറ്റേ ഹാൻഡിലിനകത്ത് വിരിയും പോയി തുരുമ്പ് അടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര കുലുക്കോ ഹാൻഡിൽ. മുറുക്കിയിട്ട് ഭയങ്കര കുലുക്കും. അതുകൊണ്ട് പുതിയ വേറെ ഹാൻഡിലുണ്ടായിരുന്നു പഴയ സൈക്കിളിൻ്റെ. ആ ഹാൻഡിൽ എടുത്ത് പെയിന്റ് അടിച്ച് ഇതിനകത്ത് വെക്കാം. ഇത് കെട്ടിയൊക്കെ ഇട്ടിട്ട് അടിക്കുന്ന ഇയാള് ഭയങ്കര പ്രൊഫഷണലാണെന്ന് തോന്നുന്നില്ലേ? അതിൽ പെയിന്റ് അടിക്കാണെങ്കിൽ വിളിച്ചാൽ അന്നാതും അടുത്ത് ചോദിക്കട്ടെ, ഇക്കൊക്കെ സൈക്കിള് ചവിട്ടാൻ കൊടുക്കണോ? മോളെ, ഇക്കൊക്കെ സൈക്കിള് കൊടുക്കണോ? ചവിട്ടാൻ കൊടുക്കണോ? സൈക്കിള് വെളിയിറക്കാൻ കൊടുക്കണോ? വേണ്ട. അതെന്താ എടുത്ത് മാറ്റുമോനെ? ഐറൂസ് പിടിക്കും. എന്താ വേണ്ടാത്ത? ഇക്കൊക്കെ കൊടുക്കണ്ടേ സൈക്കിള്? അതെന്ത്? എന്താ ഇത് മോളെ സൈക്കിളിൽ കൊണ്ടുപോയിട്ട്? കാല് മുറിഞ്ഞാ? സൈക്കിൾ എടുത്ത് കാലി വീലിന്റെ ഇടയിൽ കാല് വീണല്ലേ കുഞ്ഞിന്റെ? അതുകൊണ്ട് കൊടുക്കണ്ടല്ലേ? ഇതൊക്കെ സ്പീഡ് കൂടുതലായിരുന്നു. ഈ സൈക്കിൾ ഇറക്കാൻ പോവോ? എന്താ വേണം? ഇറക്കണോ? ഐറൂസ് വേറെ കൊടുക്കണോ സൈക്കിള്? ഇതൊക്കെ കൊടുക്കണോ സൈക്കിള്? ഇതോ പറയുന്ന കുഞ്ഞിന്റെ കണ്ണി വീഴുമോനെ. മാറ് മക്കളും വാ. അപ്പൊ ഈ സൈക്കിളാണ്. കണ്ണി വീഴല്ലേ മക്കള്? അടുത്തോട്ട് പോവല്ലോ. ഈ സൈക്കിള് തുരുമ്പടിച്ച്. ഇതിനിപ്പോ എന്തൊക്കെ വാങ്ങിച്ച് അമ്മാനെ? ഈ സൈക്കിള് വെളിയിറക്കാനുള്ള തത്രപ്പാടിലാണ് അമ്മാൻ. ആ വീഡിയോയ്ക്ക് എത്ര ലൈക്ക്? 1000 ലൈക്ക്, 500 കമന്റ്, 10,000 വ്യൂസ് ഉണ്ടെങ്കിലേ അമ്മാൻ ഈ സൈക്കിൾ ഇറക്കി കൊടുക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതുവരെ ലൈക്കൊന്നും വന്നില്ല, കമന്റ് വന്നില്ല. ആകപ്പാടെ 20 കമന്റിൽ 20 റിപ്ലൈ. അത് അന്നേരം തിരിച്ച് റിപ്ലൈ ഇടുന്ന കമന്റ് കൂട്ടണോ? നിങ്ങൾ ഒരു അക്കൗണ്ടിൽ തന്നെ ഇഷ്ടംപോലെ കമന്റ് ഇട്ടോ, അത് കുഴപ്പമില്ല. ഇവിടെ കമന്റ് കയറിയാൽ ഒരു 10-12 കമന്റ് ഒരു അക്കൗണ്ടിൽ നിന്ന് ഇട്ടാലും കുഴപ്പമില്ലല്ലേ? കമന്റ് വന്നാ മതി അമ്മാന്. കൂടുതൽ അക്കൗണ്ട് ഉള്ളത് സഹകരിക്കുക പ്ലീസ്. കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ്. എല്ലാം തുരുമ്പടിച്ച്. അതുകൊണ്ട് സൈക്കിള് കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ വന്ന പൈസ. നീ എന്തിനാ ചിരിക്കുന്നേ? നിനക്ക് വല്ലതും അറിയാവോ? ഇയാള് ചിരിക്കുന്ന എന്തിനാ?
കേക്ക് സൈക്കിൾ കൊടുക്കണോ? വേണ്ട വേണ്ട മോനെ വേണ്ടെന്നാ പറയുന്നേ. നിന്റെ പെങ്ങള് നിന്റെ ഹന്നാദുവ. അപ്പൊ ഈ സൈക്കിൾ കൊടുക്കാൻ വെച്ചിരിക്കുക. വേണ്ടവർ കമന്റിലോ. 4500 കിട്ടി. നീ അന്നേരം ഇത് കൊടുക്കോ? കൊടുക്കും. എന്നിട്ട് ഇങ്ങനെയല്ലേ ഒരു സൈക്കിൾ മതി. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ്. സ്വന്തമായിട്ട് പെയിൻ്റൊക്കെ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അന്ന് വീഡിയോ എടുത്തതാണ്. എങ്കിൽ ഇയാൾ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊടുത്ത് പെയിൻ്റൊക്കെ അടിച്ച് മോഡിഫൈ ചെയ്ത് മാസ് എൻട്രി കൊടുക്കുക. അപ്പോൾ കമൻറ്റ് വരുവാണെങ്കിൽ അമ്മൻ്റെ സൈക്കിൾ ഇറക്കും. അതിനെല്ലാവരും സഹകരിക്കണം, എങ്കിലേ ഇറക്കൂ. അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ച് അമ്മ ഇവിടെ തന്നെ വീണ്ടും ഷീറ്റിട്ട് മൂടി വെക്കും. ഇങ്ങനെ തന്നെ വെക്കും അല്ലേ അമ്മനെ? അപ്പോൾ ഓക്കെ, ബൈ ബൈ. കാണേണ്ടവർ അമ്മാൻ്റെ മ്യൂസിയത്തിൽ വന്നാൽ കാണാം നിൻ്റെ ഈ പാട്ട സൈക്കിൾ. പിന്നെ ആൾക്കാർക്ക് വരെ പണിയില്ല. അന്ന ടാറ്റ പറ. ടാറ്റ അന്നമ്മളെ ഹന്നാദുവാ. ആ ഇവിടെ ഞാൾ ടാറ്റ പറയുന്നത് പറ. അരുസേ ടാറ്റ. തൊടാതെ മോളെ അതിനകത്ത്. ഇത് വിഷമാ. ടാറ്റ പറ. ടാറ്റ പറയാ മാനെ. ബൈ. ബൈ ബൈ. പെയിന്റ് ചെയ്യില്ല.